ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. BSc നേഴ്സിംഗിന് ഏതൊക്കെയാണ് ഏറ്റവും നല്ല കോളേജസ്. കാരണം നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഏത് കോളേജിലായിരിക്കും പഠിച്ചാൽ നല്ലതാവും, ഏതായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ്, എനിക്ക് നല്ല സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള കോളേജസ് ഏതൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എല്ലാ വർഷവും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും നേഴ്സിംഗിന് അത്രയധികം കുട്ടികൾ എല്ലാ വർഷവും പോകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒട്ടനവധി കുട്ടികളാണ്. അപ്പൊ നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്ന് ബാംഗ്ലൂരിൽ ഏതൊക്കെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള നേഴ്സിംഗ് കോളേജസ് എന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് നിങ്ങളൊരു ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നേഴ്സിംഗ് കോളേജ് ശ്രദ്ധിക്കുക, നമുക്ക് 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് മെഡിക്കൽ കോളേജസ്. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ഇൻസൈഡ് തന്നെ ആയിരിക്കും ക്യാമ്പസ് വരിക. അപ്പോൾ ഹോസ്പിറ്റൽ ഇൻസൈഡ് ക്യാമ്പസ് വരുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പോസ്റ്റിംഗ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അതാത് ക്യാമ്പസിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം. പിന്നെ അതേപോലെ പിന്നെ നമുക്ക് കാറ്റഗറി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് അല്ലാത്ത ഓൺ ഹോസ്പിറ്റലുള്ള ക്യാമ്പസുകൾ. എന്ന് വെച്ചാൽ ക്യാമ്പസിനുള്ളിലായിരിക്കും ഹോസ്പിറ്റൽ വരിക, ഹോസ്പിറ്റലിൽ പുറത്തായിരിക്കും വരിക. എന്നാൽ ക്യാമ്പസ് വൈസ് നോക്കുമ്പോൾ നല്ല ഇൻഫ്രാസ്ട്രക്ചറും അത്യാവശ്യം വലിയ ക്യാമ്പസും ഒരുപാട് കോഴ്സസ് ഒക്കെ ആയിട്ട് ഒരുപാട് കുറച്ചും ആർട്സ് പരിപാടിയൊക്കെ കുറച്ചും കൂടെ മികച്ച രീതിയിൽ നടത്തുന്ന അങ്ങനത്തെ ഒരു കോളേജസ്. അതാകുമ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിനേക്കാൾ കുറച്ചുകൂടെ ഫീസ് കുറവിലായിരിക്കും കിട്ടുക. പക്ഷെ എല്ലാവർക്കും ഈ മെഡിക്കൽ കോളേജിന്റെ ഫീസും അതേപോലെ ഈ നമ്മളിപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള കോളേജസിലെ ഫീസും എല്ലാവർക്കും അഫോർഡബിൾ ആയെന്ന് വരില്ല. അപ്പം കൂടുതൽ കുട്ടികളുണ്ട് ലോണൊക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികളാണ് BSc നേഴ്സിംഗ്. കാരണം ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളും ഒക്കെ അവർക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ നേഴ്സിംഗ് എന്ന കോഴ്സ് അവർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും ഈ 2 കാറ്റഗറിയുള്ള കോളേജസ് ചിലപ്പോൾ അഫോർഡബിൾ ആയെന്ന് വരില്ല. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി വരുമ്പോഴത്തേക്ക് നമുക്ക് അത്ര വലിയ ക്യാമ്പസ് ആയിരിക്കില്ല, അത് നേഴ്സിംഗ് കോളേജ് മാത്രമായിരിക്കും. അപ്പം അങ്ങനത്തെ കോളേജസും ഇതേപോലെ പുറത്ത് തന്നെ ആയിരിക്കും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നൽകുക. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള പോസ്റ്റിംഗ് ഒക്കെ നൽകുന്ന കോളേജസ് ചെറിയ ഫീസ് പാക്കേജിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ മെഡിക്കൽ കോളേജ് ആവട്ടെ, നമ്മൾ ഈ പറഞ്ഞ 3 കാറ്റഗറിയിലുള്ള കോളേജ് ആണെങ്കിലും ആ കോളേജസിന് അതാത് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക, അഫിലിയേഷൻസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കർണാടക ആകുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം എന്താണ് വേണ്ട, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉള്ള ക്യാമ്പസുകളാണോ എന്നുള്ളത് ഫസ്റ്റ് നോക്കുക. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുള്ള കോളേജസ് ആണോ. മെഡിക്കൽ കോളേജ് ആണെങ്കിലും ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ബാക്കി 2 കാറ്റഗറിയിലുള്ള കോളേജസ് ആണെങ്കിലും INC ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരങ്ങളുള്ള കോളേജസ് ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന കോളേജസിൽ കൃത്യമായ രീതിയിലുള്ള പോസ്റ്റിങ്ങുകൾ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് നീട്ടണ്ട, നമുക്ക് ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോളേജസ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് മികച്ച മെഡിക്കൽ കോളേജസ് എന്നുള്ള ആദ്യം നോക്കാം. ഓക്കെ, അപ്പം ആദ്യം വൈദേഹി മെഡിക്കൽ കോളേജ്, അംബേദ്കർ മെഡിക്കൽ കോളേജ്, രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്, ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ്, ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ്, MVJ മെഡിക്കൽ കോളേജ്, കിംസ് മെഡിക്കൽ കോളേജ്. അപ്പൊ നമുക്ക് മെഡിക്കൽ കോളേജ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയിൽ കുറച്ച് മെഡിക്കൽ കോളേജിനേക്കാൾ കുറച്ചുകൂടെ ഫീസ് കുറവ് വരുന്ന, നമുക്ക് കുറച്ചുകൂടെ ക്യാമ്പസ്, കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ടുള്ള കുറച്ച് ക്യാമ്പസുകൾ, അത് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ഒന്നാമത്തത് കൃപാനിധി കോളേജ്, ദയാനന്ദ സാഗർ യൂണിവേഴ്സിറ്റി, നാരായണ ഹൃദയാലയ കോളേജ്, ഈസ്റ്റ് വെസ്റ്റ് കോളേജ്, RR കോളേജ്, കോശീസ് കോളേജ്, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഫീസ് കുറവ് വരുന്ന ക്യാമ്പസുകൾ കൂടെ നോക്കാം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ക്യാമ്പസുകൾ കൂടെ നോക്കാം. ലക്ഷ്മിദേവി കോളേജ്, SB കോളേജ്, ക്യാപിറ്റൽ നഴ്സിംഗ് കോളേജ്, ശ്രീലക്ഷ്മി കോളേജ്, RB കോളേജ്,
Vanshika College, Navanitham College, Sophia College, Bangalore City College, Noor College. അപ്പം ഇത്രയൊക്കെയാണ് ബാംഗ്ലൂരിൽ വരുന്ന നഴ്സിംഗ് കോളേജ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് പറ്റുന്നത് എന്നുള്ളതും, അതേപോലെ ഏത് കോളേജിൽ നമുക്ക് എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നത്, അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാവുന്നതാണ്. എന്നെ വിളിക്കാം. നമ്മൾ ഇതിൽ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് വ്യക്തമായ കരിയർ അഡ്വൈസ് നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.